ഹായ് ഓൾ, നീറ്റീസിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഫൈലം ടീനോഫോറ, ഫൈലം പ്ലാറ്റി ഹെൽമിന്തസ് ഈ രണ്ട് ടോപ്പിക്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. ഫൈലം ടീനോഫോറ. ഫൈലം ടീനോഫോറയിലെ മെമ്പേഴ്സിനെ കോമൺ ആയിട്ട് സീ വാൾനട്ട്സ് അല്ലെങ്കിൽ കോം ജെല്ലീസ് എന്നാണ് വിളിക്കുന്നത്. സീ വാൾനട്ട്സ് ഓർ കോം ജെല്ലീസ്. ഇവര് മറൈനായിട്ടാണ് കാണപ്പെടുന്നത്, അതായത് കടലിലാണ് കാണപ്പെടുന്നത്. റേഡിയലി സിമെട്രിക്കൽ ആയിട്ടുള്ള ആനിമൽസ് ആണ്, അതായത് ഏത് പ്ലെയിൻ സെൻട്രൽ കൂടി കടന്നു പോകുന്ന ഏത് പ്ലെയിനിൽ മുറിച്ചാലും ഈക്വൽ ആയിട്ടുള്ള രണ്ട് ഹാഫ്സ് ലഭിക്കുന്നു. സോ ഇവരെ നമുക്ക് റേഡിയൽ സിമെട്രിക്കൽ ആണെന്ന് പറയാം. അതുപോലെ ഇവർക്ക് രണ്ട് ജേം ലെയേഴ്സ് ആണ് ഉള്ളത്. എക്ടോഡേമും ഉണ്ട്, അതുപോലെ എൻഡോഡേമും ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ എന്തുണ്ട്? ഒരു മീസോഗ്ലിയ ഉണ്ട്. മീസോഗ്ലിയ എന്ന് പറയുന്നത് ഒരു അൺഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള ടിഷ്യൂ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ളവരെയാണ് ഡിപ്ലോബ്ലാസ്റ്റിക് ആനിമൽസ് എന്ന് വിളിക്കുന്നത്. ഫൈലം ടീനോഫോറയിലെ മെമ്പേഴ്സും ഡിപ്ലോബ്ലാസ്റ്റിക് ആണ്. ഇനി ഇവരും ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ് എക്സിബിറ്റ് ചെയ്യുന്നത്. ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അത് പ്ലൂറോബ്രാക്കിയ എന്ന് പറയുന്ന ഒരു ഓർഗാനിസത്തിന്റെ പിക്ചറാണ്. പ്ലൂറോബ്രാക്കിയ ടീനോഫോറയിലെ ഒരു മെമ്പറാണ് പ്ലൂറോബ്രാക്കിയ. ഇവരുടെ ബോഡിയിൽ നമുക്ക് കുറച്ച് സീലിയേറ്റഡ് കോംപ്ലേറ്റ്സിനെ കാണാൻ പറ്റും. സീലിയേറ്റഡ് കോംപ്ലേറ്റ്സിനെ നമുക്ക് ടീനോഫോറയുടെ ബോഡിയിൽ കാണാൻ പറ്റും. ഇത് 8 റോസ് ആയിട്ടാണ്, 8 എക്സ്റ്റേണൽ റോസ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് ഈ പിക്ചറിൽ നമുക്ക് കാണാം, നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഒരു ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്നതാണ് കോംപ്ലേറ്റ്സ്. ഇത് 8 എണ്ണം ഉണ്ട്. 1 2 3 4 5 6 7 8 8 എക്സ്റ്റേണൽ റോസ് ആയിട്ടാണ് ഈ സീലിയേറ്റഡ് കോംപ്ലേറ്റ്സിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? ലോക്കോമോഷന് വേണ്ടിയിട്ടാണ്, അതായത് മൂവ്മെന്റിന് വേണ്ടിയിട്ട്. ഇനി ഇവരുടെ ഡൈജഷനും നമ്മൾ സീലൻഡ്രേറ്റയുടെ കാര്യം പറഞ്ഞതുപോലെ എക്സ്ട്രാ സെല്ലുലാറും ഉണ്ട്, ഇൻട്രാ സെല്ലുലാറും ഉണ്ട്. സെല്ലിനകത്ത് വെച്ചും നടക്കും, പുറത്തു വെച്ചും നടക്കും. ഇനി ഇവരുടെ ഒരു പ്രത്യേകതയാണ് ബയോലൂമിനിസെൻസ്. അതായത് ഒരു ലിവിങ് ഓർഗാനിസത്തിന് ലൈറ്റിനെ എമിറ്റ് ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടിയാണ് ബയോലൂമിനിസെൻസ് എന്ന് വിളിക്കുന്നത്. അതായത് നമുക്കറിയാം മിന്നാമിനുങ്ങിന് എന്താണ്? അതിങ്ങനെ ലൈറ്റ് എമിറ്റ് ചെയ്യുന്നുണ്ടല്ലോ, അതിനെ ബയോലൂമിനിസെൻസ് എന്ന് വിളിക്കാം. അതുപോലെ തന്നെ ഈ ടീനോഫോറയും ബയോലൂമിനിസെൻസ് കാണിക്കുന്നുണ്ട്. ഇവരിലും സെക്സസ് സെപ്പറേറ്റ് അല്ല. അതായത് ഓരോ ഓർഗാനിസത്തിൽ തന്നെ, ഒരു ഇൻഡിവിജ്വലിൽ തന്നെ നമുക്ക് 2 ഗമീറ്റ്സ് കാണാൻ പറ്റും. മെയിൽ ആൻഡ് ഫീമെയിൽ ഗമീറ്റ്സ് ഓരോ ഓർഗാനിസത്തിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യും. റീപ്രൊഡക്ഷൻ സെക്ഷൽ മീൻസിലൂടെ മാത്രമാണ് നടക്കുന്നത്. അതായത് സെക്ഷൽ റീപ്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ. നമ്മൾ സീലൻഡ്രേറ്റയുടെ കാര്യം പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു, ഇവർക്ക് ഫ്രാഗ്മെന്റേഷനിലൂടെയും സീലൻഡ്രേറ്റ റീപ്രൊഡ്യൂസ് ചെയ്യുമായിരുന്നു. അതായത് ഒരു അസെക്ഷൽ മെത്തേഡായിരുന്നു. പക്ഷെ ടീനോഫോറയിൽ സെക്ഷൽ മെത്തേഡ്സ് മാത്രമേ ഉള്ളൂ. ഫെർട്ടിലൈസേഷൻ എക്സ്റ്റേണൽ ആണ്. അതായത് ഫെർട്ടിലൈസേഷൻ എന്താണ്? ബോഡിയുടെ ഉള്ളിൽ വെച്ചല്ല നടക്കുന്നത്, ബോഡിയുടെ പുറത്ത് വെച്ചാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. ഡെവലപ്മെന്റ് ഇൻഡയറക്റ്റ് ആണ്. അതായത് നേരിട്ട് സൈഗോട്ട് അഡൾട്ടായിട്ട് വളർന്നു മാറുകയല്ല ചെയ്യുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ലാർവൽ സ്റ്റേജ് ഉണ്ട്. ഈ ലാർവയ്ക്ക് അഡൾട്ടുമായിട്ട് മോർഫോളജിക്കലി യാതൊരു സാമ്യവും ഉണ്ടായിരിക്കത്തില്ല. അങ്ങനെയുള്ളതിനെയാണ് ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഫൈലം ടീനോഫോറയിലെ മെമ്പേഴ്സ് ആണ് പ്ലൂറോബ്രാക്കിയ, അതുപോലെ ടീനോപ്ലാന. പ്ലൂറോബ്രാക്കിയയുടെ പടമാണ് അല്ലെങ്കിൽ പിക്ചറാണ് നമ്മൾ ഇവിടെ കണ്ടത്. ഇതാണ് പ്ലൂറോബ്രാക്കിയ. ഇത്രയാണ് ഫൈലം ടീനോഫോറയെ പറ്റിയുള്ളത്. അടുത്ത ഫൈലം, 4ാമത്തെ ഫൈലമാണ് ഫൈലം പ്ലാറ്റി ഹെൽമിന്തസ്. പ്ലാറ്റി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു ഫ്ലാറ്റ് എന്നുള്ള ഒരു ഇത് വരുന്നു. അതുകൊണ്ട് ഇവരെ നമ്മൾ കോമൺ ആയിട്ട് ഫ്ലാറ്റ് വേംസ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഫൈലം പ്ലാറ്റി ഹെൽമിന്തസിലെ മെമ്പേഴ്സിനെ ഫ്ലാറ്റ് വേംസ് എന്നാണ് വിളിക്കുന്നത്. ഇതിനൊരു കാരണമുണ്ട്. എന്താണ്? ഇവർക്ക് ഡോർസോ വെൻട്രലി ഫ്ലാറ്റൻഡ് ബോഡിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു എന്താണ് ഡോർസം, എന്താണ് ഡോർസൽ സൈഡ്, വെൻട്രൽ സൈഡ് എന്നൊക്കെ. അതായത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ നമ്മുടെ ബോഡി എടുക്കുകയാണെങ്കിൽ നമ്മുടെ മുഖമൊക്കെ വരുന്ന ആ ഫ്രണ്ട് പാർട്ട്, അതിനെയാണ് വെൻട്രൽ പാർട്ട് എന്ന് പറയുന്നത്, നമ്മുടെ ബാക്ക് പോർഷൻ.
അതിനെ ഡോഴ്സൽ പാർട്ട് എന്നും പറയാം. അപ്പോൾ ഈ പ്ലാറ്റിഹെൽമിന്തസിലെ മെമ്പേഴ്സിന് എന്താ, അകവും പുറവും കൂടെ ഒട്ടിച്ചേർന്ന പോലെ ഒരു പരന്നിരിക്കുന്ന രീതിയിലാണ് ഇവരുടെ ബോഡി ഉള്ളത്. ഡോഴ്സോ വെൻട്രലി ഫ്ലാറ്റൻഡ് ബോഡി. അതുകൊണ്ടാണ് ഇവരെ എന്ത് വിളിക്കുന്നത്, ഫ്ലാറ്റ് വർംസ് എന്ന് വിളിക്കുന്നത്. ഇനി ഇവർ കോമൺ ആയിട്ടും എൻഡോ പാരസൈറ്റ്സ് ആണ്. അതായത് മറ്റുള്ള ജീവികളുടെ ബോഡിയിൽ കയറിയിട്ട് അതിൻ്റെ ന്യൂട്രീഷൻ അബ്സോർബ് ചെയ്താണ് ഇവർ ജീവിക്കുന്നത്. നമ്മുടെ ഹ്യൂമൻ ബീയിങ്സിൽ പോലും ഇവർ എൻഡോ പാരസൈറ്റ്സ് ആയിട്ട് കാണപ്പെടുന്നുണ്ട്. അതായത് പലപ്പോഴും നമ്മുടെ ഹ്യൂമൻസിന് നമ്മുടെ വയറിലൊക്കെ ഒരുപാട് ഇവരെ കാണാൻ പറ്റുന്നുണ്ട്. ടേപ്വേം ഒക്കെ അല്ലെങ്കിൽ നാടവിര എന്നൊക്കെ പറയും. ഇവർ നമ്മുടെ വയറ്റിലൊക്കെ ഒരുപാട് കാണാറുണ്ട്. അപ്പോൾ എൻഡോ പാരസൈറ്റ്സ് ആയിട്ടാണ് ഇവരെ കൂടുതലും കാണപ്പെടാറ്. പ്ലാറ്റിഹെൽമിന്തസിലെ ചില മെമ്പേഴ്സാണ് ടേപ്വേമും അതുപോലെ ലിവർ ഫ്ലൂക്കും ഒക്കെ. ഇനി ഈ പ്ലാറ്റിഹെൽമിന്തസിലെ ആൾക്കാർ ബൈലാറ്ററലി സിമെട്രിക്കലാണ്. അതായത് ഈ പിക്ചർ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇപ്പം ലിവർ ഫ്ലൂക്കിനെ എടുക്കുകയാണ്, ഇതിനെ ഇങ്ങനൊരു സെക്ഷൻ ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈക്വൽ ആയിട്ടുള്ള ഹാഫ് കിട്ടുന്നത്. മറിച്ച് നമ്മൾ നേരെ തിരിച്ച് ഇങ്ങനെ സെക്ഷൻ ചെയ്താൽ എന്താണ്, അൺഈക്വൽ ഹാഫ്സ് ആണ്, ഒരുപോലെയുള്ള ഹാഫ്സ് അല്ല. അതായത് ഒറ്റൊരു പ്ലെയിനിൽ മുറിച്ചാൽ മാത്രമേ ഈക്വൽ ഹാഫ്സ് കിട്ടുന്നുള്ളൂ. സോ ഇവരെന്താണ്, ബൈലാറ്ററലി സിമെട്രിക്കലാണ്. അതുപോലെ ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്. കാരണം ഇവർക്ക് എന്തുണ്ട്, 3 ജേം ലെയേഴ്സ് ഉണ്ട്. എൻഡോഡം, എക്ടോഡം, മീസോഡം. 3 ജേം ലെയേഴ്സ് ഉള്ളതുകൊണ്ട് ട്രിപ്ലോബ്ലാസ്റ്റിക്. അസീലോമേറ്റ്സ് ആണ്. അതായത് ഇവർക്ക് ബോഡി ക്യാവിറ്റി ഇല്ല, അതുകൊണ്ട് അസീലോമേറ്റ്സ് ആണ്. പക്ഷെ ഓർഗനൈസേഷൻ എങ്ങനെയാണ്, ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ഉണ്ട്. ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. ഇനി പാരസൈറ്റ്സ്, ഇവരെ കൂടുതൽ എൻഡോ പാരസൈറ്റ്സ് ആയിട്ടാണ് കാണപ്പെടുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇങ്ങനെ പാരസൈറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, അതിന്റെ ഹോസ്റ്റിൽ നിന്നും ന്യൂട്രീഷൻ അബ്സോർബ് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ ഹോസ്റ്റിൽ നിന്നും ന്യൂട്രീഷൻ അബ്സോർബ് ചെയ്യണമെങ്കിൽ അത് വലിച്ചെടുക്കാനുള്ള എന്തെങ്കിലും വേണം. അതിനുള്ള ആണ് ഹുക്സും സക്കേഴ്സും. അപ്പൊ പാരസൈറ്റിക് ഫോംസിന് ഹുക്സും ഉണ്ട്, സക്കേഴ്സും ഉണ്ട്. ഇനി മറ്റ് ചിലരുണ്ട്, അതായത് മറ്റ് ചില പാരസൈറ്റ്സ് എന്താ, ഇവർക്ക് ഹുക്സും സക്കേഴ്സും ഒന്നുമില്ല. അവരവരുടെ ബോഡി സർഫസിലൂടെ തന്നെ ഹോസ്റ്റിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ന്യൂട്രീഷൻ അബ്സോർവ് ചെയ്യും. ഇനി ഇവരുടെ എക്സ്ക്രീറ്ററി സെല്ലാണ്, എക്സ്ക്രീറ്ററി ഓർഗൻ, അതാണ് ഫ്ലെയിം സെൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലെയിം സെൽസിലൂടെയാണ് എക്സ്ക്രീഷൻ നടക്കുന്നതും ഓസ്മോ റെഗുലേഷൻ നടക്കുന്നതും. സെക്സസ് ഇവരിലും സെപ്പറേറ്റ് അല്ല, ഒരു ഇൻഡിവിജ്വലിൽ തന്നെയാണ് 2 സെക്സസും ഉള്ളത്. പക്ഷെ ഫെർട്ടിലൈസേഷൻ ബോഡിയുടെ ഉള്ളിൽ വെച്ചാണ് നടക്കുന്നത്. അതുകൊണ്ട് അതിനെ ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ എന്ന് വിളിക്കാം. ഇനി ഡെവലപ്മെന്റ് എങ്ങനെയാണ്, ഒരുപാട് ലാർവൽ സ്റ്റേജിലൂടെയാണ് ഡെവലപ്മെന്റ് നടക്കുന്നത്. ഒറ്റൊരു ലാർവയല്ല ഉള്ളത്, മെനി ലാർവൽ സ്റ്റേജസിലൂടെയാണ് ഡെവലപ്മെന്റ് നടക്കുന്നത്. ഇനി പ്ലാറ്റിഹെൽമിന്തസിലെ ഒരു മെമ്പറാണ് പ്ലനേറിയ എന്ന് പറയുന്നത്. ഈ പ്ലനേറിയയ്ക്ക് റീജനറേഷൻ കപ്പാസിറ്റി ഉണ്ട്. അതായത് ഇതൊരു പ്ലനേറിയ ആണെന്ന് വിചാരിക്കുക. എങ്കിൽ ഈ പ്ലനേറിയയിൽ എന്തെങ്കിലും അതിനിവിടെ ഒരു കട്ട് കിട്ടി, എന്നിട്ടിത് 2 ഇതായിട്ട് മാറി. അപ്പോൾ എന്താണ്, ഇതിന് റീജനറേഷൻ കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് ഈ 2 സെഗ്മെൻറ്റും അല്ലെങ്കിൽ 2 ഫ്രാഗ്മെൻറ്റും 2 ഓർഗാനിസമായിട്ട് വളരും. ഈ പ്ലനേറിയ ഇപ്പോൾ ഇതാണ് ആദ്യത്തെ ഒരു ഫ്രാഗ്മെൻറ്റ്, രണ്ടാമത്തെ ഫ്രാഗ്മെൻറ്റ് ഇതാണ്. അപ്പോൾ ഈ പ്ലനറി എന്താണ്, ഇതിന് റീജനറേഷനിലൂടെ കട്ട് ചെയ്ത പാർട്ട് വീണ്ടും ഉണ്ടായി വന്നു. ഇപ്പുറത്തോ ഇങ്ങനെ ഉണ്ടായി വന്നു. ഇതിനെയാണ് റീജനറേഷൻ എന്ന് പറയുന്നത്. കട്ട് ചെയ്ത് നഷ്ടപ്പെട്ട പാർട്ട് വീണ്ടും ഇങ്ങനെ ഉണ്ടായി വരിക. അപ്പോൾ പ്ലനേറിയ പോലുള്ള മെമ്പേഴ്സിന് അങ്ങനെയുള്ള ഹൈ റീജനറേഷൻ കപ്പാസിറ്റിയാണ് ഉള്ളത്. ഇനി ഇവരുടെ എക്സാമ്പിൾസ് ആണ് ടീനിയ അല്ലെങ്കിൽ ടേപ്വേം, ഫാഷിയോള അല്ലെങ്കിൽ ലിവർ ഫ്ലൂക്ക്. കോമൺ നെയിമാണ് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ടീനോഫോറയെ പറ്റി എന്താണ് പഠിച്ചത്, ഇവരെ കോം ജെല്ലീസ് അല്ലെങ്കിൽ സീ വാൾനട്ട്സ് എന്നാണ് വിളിക്കുന്നത്. റേഡിയൽ സിമെട്രി ആണ്, ഡിപ്ലോബ്ലാസ്റ്റിക് ആണ്, ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. ഇനി ഇവർക്ക് 8 റോസിലായിട്ട് കോംപ്ലേറ്റ്സ്, സീലിയേറ്റഡ് കോംപ്ലേറ്റ്സിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെന്താണുള്ളത്, ഡൈജഷൻ എക്സ്ട്രാ സെല്ലുലാറും ഇൻട്രാ സെല്ലുലാറും ഉണ്ട്. ബയോലൂമിനിസെൻസ് കാണിക്കുന്നുണ്ട്. സെക്സസ് സെപ്പറേറ്റ് അല്ല, സെക്ഷൽ റീപ്രൊഡക്ഷൻ മാത്രമാണുള്ളത്. എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷനും ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റും കാണിക്കുന്നു. പ്ലൂറോബ്രാക്കിയും ടീനോപ്ലാനയും.
പിന്നെ പ്ലാറ്റി ഹെൽമിന്തസ് ആണെങ്കിൽ എന്താ, ഫ്ലാറ്റ് വേംസ് ആണ്. കാരണം ഡോർസോ വെൻട്രലി ഫ്ലാറ്റ് ആൻഡ് ബോഡിയാണ്. എൻഡോ പാരസൈറ്റ്സ് ഉണ്ട്. പാരസൈറ്റ്സിന് എന്തുണ്ട്, ഹുക്സും സക്കേഴ്സും കാണും. ചിലര് അവരുടെ ബോഡി സർഫസിലൂടെ തന്നെ പോസ്റ്റിൽ നിന്ന് ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യും. ബയലാറ്ററലി സിമെട്രിക്കൽ ആണ്, ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്, അസീലോമേറ്റ് ആണ്. ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. ഇനി ഫ്ലെയിം സെൽസ് ഉണ്ട്. അവരാണ് ഓസ്മോ റെഗുലേഷനും എക്സ്ക്രീഷനും ഹെൽപ്പ് ചെയ്യുന്നത്. സെക്സസ് സെപ്പറേറ്റ് അല്ല, പക്ഷെ ഫെർട്ടിലൈസേഷൻ ഇന്റേണൽ ആണ്. ഡെവലപ്മെന്റ് മെനി ലാർവൽ സ്റ്റേജസിലൂടെയാണ് നടക്കുന്നത്. പ്ലനേറിയയ്ക്ക് ഹൈ റീജനറേഷൻ കപ്പാസിറ്റി ഉണ്ട്. ഇനി ടീനിയ അല്ലെങ്കിൽ ടേപ്പ്, ഫാഷ്യോള ഓർ ലിവർ ഫ്ലൂക്ക്, ഇതൊക്കെ ഇതിന് എക്സാമ്പിൾസ് ആണ്. ഇനി MCQs ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കോംപ്ലേറ്റ്സ് ഫോർ ലോക്കോമോഷൻ ആർ ക്യാരക്ടറിസ്റ്റിക് ഓഫ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ആർക്കാണ് കോംപ്ലേറ്റ്സ് ഉള്ളത്, ലോക്കോമോഷൻ അല്ലെങ്കിൽ മൂവ്മെന്റിന് വേണ്ടിയിട്ട് കോംപ്ലേറ്റ്സ് ഉള്ളത് ആർക്കാണ്? അത് ടീനോഫോറയ്ക്കാണ്. ഓപ്ഷൻ ബി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് ടീനോഫോറ. ടീനോഫോറയുടെ എക്സാമ്പിൾ അല്ലാത്തത് ഏതാണ്? പ്ലൂറോബ്രാക്കിയ, ടീനോപ്ലാന, ഹൈഡ്ര, നൺ ഓഫ് ദീസ്. അപ്പൊ ഇത് രണ്ടും എന്താണ്? ടീനോഫോറയാണ്, പ്ലൂറോബ്രാക്കിയും ടീനോപ്ലാനയും. പിന്നെ ഹൈഡ്രയാണ് അല്ലാത്തത്. ഹൈഡ്ര ആരാണ്? ഹൈഡ്ര സീലൻഡ്രേറ്റയാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, പ്ലാറ്റി ഹെൽമിന്തസ് ആർ. പ്ലാറ്റി ഹെൽമിന്തസ് എങ്ങനെയുള്ളവരാണ്? സീലോമേറ്റ്സ് ആണോ, സ്യൂഡോസീലോമേറ്റ്സ് ആണോ, അസീലോമേറ്റ്സ് ആണോ, ഹീമോസീലോമേറ്റ്? നമുക്കറിയാം പ്ലാറ്റി ഹെൽമിന്തസ് അസീലോമേറ്റ്സ് ആണ്. അവർക്ക് ബോഡി ക്യാവിറ്റി ഇല്ല. അടുത്ത ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ്. പ്ലൂറോബ്രാക്കിയ, ടീനോപ്ലാന, ടീനിയ, ഫെഷ്യോള. കോളം 2 ലിവർ ഫ്ലൂക്ക്, കോം ജെല്ലി, ടീനോഫോറ, ടർബ്. ഇപ്പൊ പ്ലൂറോബ്രാക്കിയ എന്ന് വെച്ചാൽ ആരാണ്? ടീനോഫോറയിലെ മെമ്പറാണ്. ഇവരെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? കോം ജെല്ലീസ് എന്നും വിളിക്കാൻ പറ്റും. സോ പ്ലൂറോബ്രാക്കിയ കോം ജെല്ലി എന്ന് വിളിക്കുന്നുണ്ട്. അതുപോലെ ടീനോപ്ലാന ആരാ? ടീനോഫോറയാണ്. ടീനോഫോറയിലെ മെമ്പറാണ്. ടീനിയ എന്ന് പറഞ്ഞാൽ ടേപ്വേമാണ്. ഫാഷ്യോള ലിവർ ഫ്ലോക്ക് ആണ്. A2, B3, C4 ആൻഡ് D1. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. അസേർഷനും റീസണും. അസേർഷൻ, പ്ലനേറിയ പോസസ് റിമാർക്കബിൾ റീജനറേഷൻ കപ്പാസിറ്റി. പ്ലനേറിയയ്ക്ക് റിമാർക്കബിൾ ആയിട്ടുള്ള റീജനറേഷൻ കപ്പാസിറ്റി ഉണ്ട്. കറക്റ്റ് ആണ്. പ്ലനേറിയ ഈസ് ആൻ അസീലോമേറ്റ് ആനിമൽ. പ്ലനേറിയ അസീലോമേറ്റ് ആനിമൽ ആണ്. കറക്റ്റ് ആണ്. കാരണം പ്ലനേറിയ പ്ലാറ്റിഹെൽമിന്തസിൽ വരുന്നതാണ്. പ്ലാറ്റിഹെൽമിന്തസ് അസീലോമേറ്റ് ആണ്. അപ്പൊ പ്ലാറ്റിഹെൽമിന്തസ് അസീലോമേറ്റ് ആയതുകൊണ്ടല്ല അതിന് റീജനറേഷൻ കപ്പാസിറ്റി കൂടുതൽ കിട്ടിയത്. അതായത് അസേർഷനും റീസണും കറക്റ്റ് ആണെങ്കിലും റീസൺ അസേർഷന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഫെർട്ടിലൈസേഷൻ ഇൻ പ്ലാറ്റിഹെൽമിന്തസ് ഈസ്. പ്ലാറ്റിഹെൽമിന്തസിലെ ഫെർട്ടിലൈസേഷൻ ഏത് ടൈപ്പാണ്? ഇന്റേണൽ ടൈപ്പാണ്. 7th ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് ചൂസ് ദ കറക്റ്റ് വൺ. കറക്റ്റ് വണ്ണിനെയാണ് ചൂസ് ചെയ്യേണ്ടത്. ടീനോഫോഴ്സ് എക്സിബിറ്റ് ബയോലൂമിനിസെൻസ്. ടീനോഫോറ ബയോലൂമിനിസെൻസ് കാണിക്കുന്നുണ്ട്. കറക്റ്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, സെക്സസ് ആർ സെപ്പറേറ്റ് ഇൻ ടീനോഫോറ. അല്ല, സെക്സസ് സെപ്പറേറ്റ് അല്ല. റീപ്രൊഡക്ഷൻ ഒക്കേഴ്സ് ഓൺലി സെക്ഷലി. സെക്ഷൽ റീപ്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ. കറക്റ്റ് ആണ്. ഫെർട്ടിലൈസേഷൻ ഈസ് എക്സ്റ്റേണൽ. ഫെർട്ടിലൈസേഷൻ എക്സ്റ്റേണൽ ആണ്. ഇതും കറക്റ്റ് ആണ്. അതായത് 1, 3, 4. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. 8th ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് തന്നെയാണ്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് ചൂസ് ദ കറക്റ്റ് വൺസ്. മോസ്റ്റ് ഫ്ലാറ്റ് വെയിംസ് ആർ എൻഡോ പാരസൈറ്റ്. കൂടുതൽ ഫ്ലാറ്റ് വെയിംസ് എന്താണ്? എൻഡോ പാരസൈറ്റ്സ് ആണെന്ന്. കറക്റ്റ് ആണ്. ഹുക്സ് ആൻഡ് സക്കേഴ്സ് ഒക്കർ ഇൻ പാരസൈറ്റിക് ഫോംസ്. പാരസൈറ്റിക് ഫോംസിൽ ഹുക്സും സക്കേഴ്സും കാണപ്പെടുന്നുണ്ട്. ഇതും കറക്റ്റ് ആണ്. അടുത്ത എന്താണ്? ഫ്ലെയിം സെൽസ് ഹെൽപ്പ് ഇൻ എക്സ്ക്രീഷൻ ആൻഡ് ഓസ്മോ റെഗുലേഷൻ. ഫ്ലെയിം സെൽസ് ആണ് എക്സ്ക്രീഷനും ഓസ്മോ റെഗുലേഷനും ഹെൽപ്പ് ചെയ്യുന്നത്. ഇതും കറക്റ്റ് ആണ്. നാലാമത്തത്, ഫ്ലെയിം സെൽസ് ഹെൽപ്പ് ഇൻ ഡൈജഷൻ. ഫ്ലെയിം സെൽസ് ഡൈജഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. തെറ്റാണ്. സോ 1, 2 ആൻഡ് 3 ആർ കറക്റ്റ്. ഓപ്ഷൻ എ.
9th ക്വസ്റ്റ്യനും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആണ്. ഫസ്റ്റ്, ടീനോഫോറ എക്സിബിറ്റ് ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ടീനോഫോറയ്ക്ക് ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്, കറക്റ്റ്. പ്ലാറ്റിഹെൽമിന്തസ് എക്സിബിറ്റ് ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. പ്ലാറ്റിഹെൽമിന്തസിന് ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്, കറക്റ്റ് ആണ്. ടീനോഫോറ ഹാസ് റേഡിയൽ സിമെട്രി. ടീനോഫോറയ്ക്ക് റേഡിയൽ സിമെട്രി ആണ്, കറക്റ്റ് ആണ്. പ്ലാറ്റിഹെൽമിന്തസ് ഹാസ് ബൈലാറ്ററൽ സിമെട്രി. ഇതും കറക്റ്റ് ആണ്. എല്ലാം കറക്റ്റ് ആണ്. 4 ഓപ്ഷനും കറക്റ്റ് ആണ്. സോ ഓപ്ഷൻ സി 1, 2, 3 and 4 are correct. Last question. Consider the following statements and choose the correct ones. Flame cells are absent in Ctenophora. ടീനോഫോറയിൽ ഫ്ലെയിം സെൽസ് ആബ്സെന്റ് ആണ്, കറക്റ്റ് ആണ്. കാരണം ഫ്ലെയിം സെൽസ് എവിടെയാണുള്ളത്? പ്ലാറ്റിഹെൽമിന്തസിലാണുള്ളത്. കോംപ്ലൈറ്റ്സ് ആർ ആബ്സെന്റ് ഇൻ പ്ലാറ്റിഹെൽമിന്തസ്. ഇതും കറക്റ്റ് ആണ്. കാരണം കോംപ്ലൈറ്റ്സ് ടീനോഫോറയ്ക്കാണുള്ളത്. ബോത്ത് ടീനോഫോറ ആൻഡ് പ്ലാറ്റിഹെൽമിന്തസ് ആർ ഹെർമാഫ്രൊഡൈറ്റ്സ്. ടീനോഫോറയും പ്ലാറ്റിഹെൽമിന്തസും ഹെർമാഫ്രൊഡൈറ്റ്സ് ആണ്. ഹെർമാഫ്രൊഡൈറ്റ്സ് എന്ന് പറഞ്ഞാൽ 2 സെക്സസും സെപ്പറേറ്റ് അല്ല, 2 സെക്സസും ഒരു ജീവിയിൽ തന്നെ കാണപ്പെടുന്നു. അതായത് 2 ഗമീറ്റ്സും ഒരു ജീവി തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിനെയാണ് ഹെർമാഫ്രൊഡൈറ്റ്സ് എന്ന് പറയുന്നത്. ഇതും കറക്റ്റ് ആണ്. ബോത്ത് പൊസസ് ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. രണ്ടിന്റെ ഓർഗനൈസേഷൻ ടിഷ്യൂ ലെവൽ ആണെന്നാണ് പറയുന്നത്. പക്ഷെ ഇത് തെറ്റാണ്. കാരണം എന്താണ്? പ്ലാറ്റിഹെൽമിന്തസിന് ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ് ഉള്ളത്. ഓർഗൻ ലെവൽ ഉണ്ട്. അതുകൊണ്ട് 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. 1ഉം 2ഉം 3ഉം മാത്രമാണ് കറക്റ്റ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഫൈലം ടീനോഫോറയെ പറ്റിയും ഫൈലം പ്ലാറ്റിഹെൽമിന്തസിനെ പറ്റിയുള്ള എല്ലാ പോയിന്റ്സും നമ്മൾ പഠിച്ചു. ഇതിന്റെ എക്സാമ്പിൾസ് ഒക്കെ കറക്റ്റ് ആയിട്ട് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ ആഷെൽമിന്തസിനെ പറ്റിയും അനലിഡെ പറ്റിയാണ് പഠിക്കുന്നത്. സോ താങ്ക് യു.